സാംക്രമിക രോഗവ്യാപനത്തിൽ എപ്പോഴും മുന്നിൽ നിൽക്കാറുള്ള ചേർത്തലയിൽ ഇക്കുറി തലവേദന സൃഷ്ടിക്കുന്നത് ജപ്പാൻ ജ്വരത്തിന്റെ വ്യാപനമാണ്. മരണസാധ്യതയുള്ള രോഗമാണെന്നതിനാൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ പ്രദേശങ്ങളിൽ പ്രതിരോധ പ്രവർത്തനം ഊർജിതമാക്കി. നഗരസഭയിൽ രോഗബാധയുണ്ടായ പ്രദേശത്തും പരിസരത്തും കൊതുക് നശീകരണം ആരംഭിച്ചിട്ടുണ്ട്. ജപ്പാൻ ജ്വരത്തിനൊപ്പം അമീബിക് മസ്തിഷ്ക ജ്വരവും ജില്ലയിൽ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കുകയാണ്. ഇതിന്റെ ഭാഗമായി നിയുക്ത MLA പി പ്രസാദിന്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധികൃതരുടെ യോഗം ചേർന്നു. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് ശുചീകരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും ഓരോ വീടുകൾ കേന്ദ്രീകരിച്ച് ആ ശുചീകരണ പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യുന്നതിനുമുള്ള ഒരു നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് പ്രത്യേകമായി യോഗം ചേർന്നത്. ഈ മണ്ഡലത്തിലെ മുഴുവൻ വാർഡുകളിലും ഈ മാസം ആരോഗ്യ ഗ്രാമസഭകൾ ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. തോടുകളാൽ സമ്പന്നമാണ് ചേർത്തല. അവിടെ തോടുകൾ മലിനമാക്കുന്നവർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കണം എന്ന് അധികാരികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മണ്ഡലത്തിലെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തലവന്മാരുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗമാണ് ചേർത്തലയിൽ നടന്നത്. യോഗത്തിൽ നിലവിലുള്ള സ്ഥിതിഗതികൾ വിലയിരുത്തി. കൊതുക് പെരുകുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് പ്രധാന ശ്രമം. ഘട്ടം ഘട്ടമായി പ്രതിരോധ പ്രവർത്തനങ്ങളും ശുചീകരണ പ്രവർത്തനങ്ങളും ഊർജിതമാക്കും. മഴയെത്തിയതോടെ മലിനജലം കെട്ടിക്കിടക്കുന്നതിനുള്ള സാധ്യതകൾ ഏറെയാണ്. ഈ സാധ്യതകൾ ഒഴിവാക്കുന്നതിനും കൊതുക് വ്യാപനം തടയുന്നതിനായി ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുവാനും MLA ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, ആലപ്പുഴ.